ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ നമുക്ക് സമൂസ മുട്ട കൊണ്ട് അവധിയൊക്കെ ആണല്ലോ കുഞ്ഞുങ്ങൾക്ക് 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പലഹാരമാണ്. മുട്ട കൊണ്ടാണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. 5 മുട്ടയാണ് ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ മുട്ടയൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലാണ്, അല്ലെങ്കിൽ ഇതില്ലാത്തവരാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മുട്ടയെല്ലാം തന്നെ ഞാൻ ചെറുതായിട്ട് ഇതിൽ കൈ കൊണ്ട് പൊടിച്ചെടുത്താലും മതി. ഇനി ഞാൻ അതിലേക്ക് തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമ്മുടെ സവോളയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 3 കഷ്ണം, ഇഞ്ചി അതുപോലെ ചെറിയൊരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ മസാലകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി നമ്മൾ എരിവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഗരം മസാല, കുരുമുളകും ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല. കുരുമുളകും മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഒരു പിഞ്ച് മല്ലിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചെറുതായിട്ടുള്ള അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ തക്കാളി ചേർക്കുന്നില്ല. തക്കാളി ഇഷ്ടമാണെങ്കിൽ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്താൽ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. സമോസ ഷീറ്റിൽ തന്നെ ഞാനിവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സമോസയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഇവിടെ ഒരു മീഡിയം സ്ലോയുടെ ഇടയ്ക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അകത്തെ സാധനം വെന്തും കിട്ടത്തില്ല. അതുപോലെ എളുപ്പം ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ രണ്ടുകൂടെ കോരി എടുത്തിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. മുട്ട സമോസ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.